മമ്മിക്ക് ഒരു ഉമ്മ എടുക്ക്. ബായ്. ഒരു ഉമ്മ എടുത്തേ മമ്മിക്ക്. അമ്മാമ്മ തരും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീവീടിൻ്റെ ശബ്ദം. അതല്ല പ്രത്യേകത. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീവ് ആദ്യമായിട്ട് ക്ലാസ്സിൽ പോകാൻ പോകണ്ട. അപ്പോൾ പ്ലേ സ്കൂളിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവനവിടെ കൊണ്ടിരുത്തിയൊക്കെ നോക്കി. ഗ്രേസ് മുമ്പ് പോയിരുന്നില്ലേ, അവിടെ തന്നെ സ്റ്റീവും പോണത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും വീടും കൂടി അവനോട് കൊണ്ടാക്കി ഇരുത്തിയൊക്കെ നോക്കി. ഇവിടെ ഭയങ്കര ചീവീടിൻ്റെ ശബ്ദം. യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കണ ചെക്കൻ. എൻ്റെ അമ്മോ, എങ്ങടെ പോവാൻ പോണേ? എങ്ങടെ പോണേ സ്റ്റീവ്? പറയടാ, എങ്ങടെ പോണെന്ന് പറഞ്ഞേ. പാപ്പയ്ക്ക് വിഷമാവട്ടെ അല്ലെങ്കിൽ. എങ്ങടെ പോണെന്ന് പറ. എന്ത്? എങ്ങടെ പോണേന്ന്? ടീച്ചറുടെ അടുത്ത് പോണെന്ന് പറ. എവിടേക്കാ പോണേ? എന്തിട്ട് നീ പറയണേ? ഇത് അവിടുന്ന് ഞങ്ങൾ ഇന്നലെ മറ്റേ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് കൊടുത്ത യൂണിഫോം ഉണ്ടോ. കറുത്ത ട്രൗസറിൻ്റെ സൈഡിലൊരു മഞ്ഞ വര, ഒരു മഞ്ഞ ടീഷർട്ടും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്രേസ് ഗാർഡൻ. മോട്ടക്കുഞ്ഞി ഇന്ന് ഗുഡ് ബോയ് ആയിട്ട് ഇരുന്നോളട്ടാ. സ്റ്റീവിന് അവിടെ കുറേ കൂട്ടുകാരുണ്ട്, കുറേ ടോയ്സ് ഉണ്ട്. കൊച്ചിന് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവിടേക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ അല്ല, ശനിയാഴ്ച ഞങ്ങൾ അവനോടെ കൊണ്ട് ഇരുത്തി. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞങ്ങൾ അവനോടെ കൊണ്ട് ഇരുത്തി നോക്കി. അപ്പോൾ ആള് കുഴപ്പമില്ല. കുറച്ച് നേരം വീടോടെ കൂടി ഇരുന്നു. അതിനും വീട് അതിങ്ങനെ പുറത്തിറങ്ങി പോകുന്നു. അത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ആളും കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവിടെ കുറച്ചായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു കരയുണ്ടെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പോയി എടുത്ത് പോന്നു. ആദ്യമായിട്ട് കൊണ്ടിരുത്തുന്നതല്ല. ആൾക്ക് അങ്ങനെ പുറത്ത് ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഒരു പരിചയവും ഇല്ല. അപ്പോൾ എന്തായാലും ഇന്ന് ആരെ കുറ്റം പറഞ്ഞേ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് ആദ്യമായി ക്ലാസ്സിലേക്കാണ് പോവാണ്. എന്താക്കും എന്തോ. അതെ, വാ വാ വാ, പോവാറായി. സ്റ്റീവ് വാ. വീഡിയോ എടുക്കാൻ കാണുമ്പോഴുള്ള വീണാട്ടം ഉണ്ടത്. അപ്പം മിടുവിൻ്റെ ചായ വന്നിട്ടുണ്ട് രാവിലെ തന്നെ. വന്നിട്ട് കഴിച്ചാൽ പോരെ? അല്ലെങ്കിൽ ഇഡ്ഡലി വേണമെങ്കിൽ ചായയിൽ മുക്കി തിന്നാം. ഈ ഇഡ്ഡലിയൊക്കെ ഉണ്ടല്ലോ, ഇഡലി ഒക്കെ നമ്മൾ ചമ്മന്തിക്ക് സാമ്പാറൊക്കെ മുക്കണേക്കാൾ എന്തൊരു ടേസ്റ്റാണ് വെറുതെ ചായയിൽ മുക്കി തിന്നാനായിട്ട്. ദോശയല്ലോ അത്. ഇങ്ങനത്തെ ദോശ ഉണ്ടല്ലോ, നമ്മുടെ പരത്തി ഉണ്ടാക്കുന്ന ദോശ. എന്തിട്ട് മറ്റേ ദോശയ്ക്ക് പറയാ? അരിപ്പൊടിയുടെ ദോശ. ആ ദോശയാണെങ്കിലും പൊറോട്ട ആണെങ്കിലും അതെ, വെറുതെ ചായയിൽ മുക്കി തിന്നു പോയിക്കോട്ടെ. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ തിന്നാറുണ്ടായിരിക്കും. എന്നാലും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുക്കാം. ആദ്യത്തെ മുക്കലിന് ചായ ഉള്ളിലേക്ക് കയറില്ല, കാരണം പുറത്ത് ഫിനിഷിംഗ് ഉള്ള സ്ഥലമായതുകൊണ്ട്. ഇനി മുക്കണം. ഇവിടെ ഉറുമ്പ് വന്നുണ്ടല്ലോ ഈ സ്ലാവുമൊക്കെ. ഇവിടെ സ്റ്റീവിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ പോണത്. ഇങ്ങോട്ട് വാ, ഫോട്ടോ എടുത്തില്ല. ഇങ്ങോട്ട് വാ സ്റ്റീവ്. ഡാ വാ, ഗുഡ് ബോയ് ആണെങ്കിൽ വാ. ഇങ്ങോട്ട് വായോ, വന്നേ സ്റ്റീവ്. മിണ്ടാണ്ടൊന്ന് ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു. നീ വീണ്ടും പിടിച്ചിട്ട് വരണം. വന്നുണ്ട്. വായോ. അപ്പൊ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിരിച്ചു നിൽക്കണം. എന്ന് പറഞ്ഞ് നിൽക്കണം കേട്ടോ. റെഡി? ഇങ്ങോട്ട് നോക്കിയേ. ഓക്കെ, നോക്കി ഇങ്ങോട്ട് നോക്കിയാൽ കയറി സ്റ്റീവ്. ബൈ. ഒരു തേരട്ടായി കൂടെ പോകണ്ട, അതിനാണ് ഈ ബൈ പറയണത്. നോക്കിയേ, അവിടെ നോക്കടാ. അമ്മാമ്മ വിളിച്ചാണ്. ടാറ്റ കൊടുത്ത് അമ്മാമ്മക്ക്. അമ്മാമ്മ മറ്റേന്ന് ടീച്ചറിന്റെ അടുത്തേക്ക്.
വേണ്ടാന്ന് പറ. വേണ്ടാന്ന് പറ. വേണ്ട. ടാറ്റ പറഞ്ഞ മമ്മോട്. പാപ്പല്ല, ടാറ്റ പറ. ടാറ്റ ടാറ്റ അമ്മ. വേണ്ട വേണ്ട. ടാറ്റ കൊടുക്ക്. ബൈ കൊടുക്ക്. ഒരു ബൈ കൊടുക്കടാ മാമയ്ക്ക്. മാമയല്ലേ. അപ്പൊ പോവാ. കൈ പൊന്തണുണ്ട്. ബൈ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശിശുക്കൾ എന്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്നരുൾ ചെയ്ത് ദൈവമേ. ആദ്യമായി പ്ലേ സ്കൂളിൽ പോകുന്ന സ്റ്റീവിനെ അനുഗ്രഹിക്കണമേ. അധ്യാപകരോടും സഹപാഠികളോടുമുള്ള പെരുമാറ്റത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും മാതൃകപരമായി വ്യാപരിക്കാനുള്ള കൃപാവരം അവന് നൽകണമേ. ജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും അവനെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആഹാരങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, രക്ഷിക്കണമേ. സ്ത്രീകൾ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ അന്വേഷണമേ. അതിലെ പോലെ എപ്പോഴും നയിക്കാമേ. കൊച്ചിന്റെ കാത്തോളേ. ഞാൻ ഇന്നോട് ഈ ക്ലാസ്സിൽ പോകാൻ പോകണം. ഈശോയെ, ഈശോനെ കുതിരനെ കാണിച്ചു പിടിപ്പിക്കും. ഈശോയെ, ഞാൻ ഇന്നോട് ഈ ക്ലാസ്സിൽ പോകാൻ പോകണം. ഈശോയെ, എന്നെ കാത്തോളണേ. ഈശോയെ, എനിക്ക് കൊറേ ഫ്രണ്ട്സിനെ കിട്ടണേ. ഈശോയെ, കൊറേ കളിച്ചാൻ പറ്റണേ. ഇപ്പോഴും കാത്തോളൂ ഈശോയെ. കാവൽമാലകന്മാരെ ചുറ്റും ഇങ്ങനെ ഓടി നടക്കണ്ടാവും. ഈശോയെ, ഞാൻ ഇങ്ങോട്ട് പോയാൽ എന്റെ പിന്നിൽ കാവൽമാലകന്മാരിങ്ങനെ ചുറ്റിങ്ങനെ നടക്കും. കാവൽമാലകന്മാര് ആ പാപ്പൻ സ്തുതിയ മമ്മിക്ക് സ്തുതി കൊടുക്കുവാ. ലേറ്റ് ആകല്ല. ഞാനിന്ന് ക്ലാസ്സിൽ പോവാണ്. അപ്പാപ്പ ആദ്യമായിട്ട് പോണതാ. അപ്പാപ്പ ശുദ്ധി കൊടുത്തേ. അപ്പാപ്പന് അപ്പാപ്പ ഈശോയെ ശുദ്ധിയാക്കട്ടെ. അപ്പാപ്പ എനിക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോടാ. അപ്പാപ്പ ഞാൻ പോവാൻ പോണ. മാമ എനിക്ക് ഇന്നലെ ക്ലാസ്സിൽ പോണ. മാമ ഞാൻ ബിസിയാണ്. ഇന്നോടി മാമ ഈശോയെ ശുദ്ധിയാക്കട്ടെ. എന്നെ അനുഗ്രഹിച്ചേക്കാം മാമ. എൻ്റെ മോനെ എൻ്റെ ഈശോയെ ആദ്യമായിട്ട് ഇന്ന് സ്കൂളിൽ ചേർക്കാൻ പോണ എൻ്റെ മോനെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ. ഒരു കുറുമ്പും അസുഖങ്ങളും ഒന്നും വരുത്താതെ കുറുമ്പനാവാതെ മിടുക്കനായി എൻ്റെ മോൻ പഠിച്ച് വരുവാൻ ഈശോയുടെ അനുഗ്രഹം പ്രത്യേകം അപേക്ഷിക്കുന്നു. കുറുമ്പൊന്നും അപ്പച്ചനും ഉണ്ടായിട്ടില്ല, അപ്പൊ അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. ചേട്ടനാണ് ഉദ്ദേശിച്ചത്. കുറുമ്പാ ദൈവത്തിനറിയാം അവിടെ പൊളിച്ചെടുക്കുന്നു. ഈശോയെ സഹസ്രമാതാവേ എൻ്റെ മോനെ കാത്തോളനെ. കാട്ടാതെ മുട്ടാതെ വീഴാതെ അസുഖങ്ങളൊന്നും വരുത്താതെ സമൃദ്ധിയായിട്ട് എൻ്റെ മോനെ അനുഗ്രഹിക്കരുത്. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. മമ്മിക്ക് ഒരു ഉമ്മ കൊടുക്ക്. ബായ്. ഒരു ഉമ്മ കൊടുത്തേ മമ്മിക്ക്. അമ്മാമ്മ തരും. കുഞ്ഞു ബേബികൾ അറിയാണ്ടാ ചോള. പാവം നമ്മുടെ നോക്കിയിട്ടാണ്. ഒരു ഉമ്മോട് കൊടുത്ത് നമുക്ക് പോവാം. ഒരു ഉമ്മ കൊടുത്താൽ തള്ളണ്. ബൈ പറ മമ്മിക്ക്. ബൈ ബൈ. എത്തി. അപ്പൊ ഇറങ്ങ. അപ്പൊ
സ്റ്റീവിനെ അവിടെ പ്ലസ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ആ വഴിക്ക് ഇന്നലെ ഗ്രേസിൻ്റെ മാതാവാക്കാനായിട്ട് ഡ്രസ്സ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഡ്രസ്സ് റിട്ടേൺ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ സ്കൂട്ടറിന് പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ പുതിയ ആക്റ്റീവ് വന്നതിന് ശേഷം എൻ്റെ ഒട്ടുമിക്ക ഓട്ടങ്ങളെല്ലാം ഇതുമ്പോൾ തന്നെയാണ് കേട്ടോ. കുറേ ഓടുന്നുണ്ട് ഈ സ്കൂട്ടർ. കാരണം പെട്ടെന്ന് എല്ലാവരുടെയും എത്താൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കാറും കൊണ്ട് പോണിപ്പോൾ ഈ പ്ലേ സ്കൂളിലേക്ക് തന്നെ പോണ വഴി എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ വഴിയാണ്. കുറേ ഏരിയയിലൊക്കെ ഓപ്പോസിറ്റ് വണ്ടിയാണ് നമ്മളവിടെ കുറേ നേരം നിൽക്കേണ്ടി വരും. പക്ഷേ സ്കൂട്ടറിൽ പോകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സ്കൂട്ടറിൽ പോകണം. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു ഡെക്കാത്തലോണിൽ. ഗ്രേസിൻ്റെ മറ്റേ സ്കേറ്റിംഗ് ഷൂവിൻ്റെ ബാക്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു ഒരു പീസ് കുറവ് തോന്നി. അപ്പോൾ അത് വീണ്ടും റിട്ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റി മേടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയത് സ്കൂട്ടറിൽ പോയത്. കാരണം 2 ബ്ലോക്ക് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ചാലക്കുടി കഴിയുമ്പോൾ പേരാമ്പ്രയിൽ ഒരു ബ്ലോക്ക് വരുന്നുണ്ട് പാലമണിയുടെ. അത് കഴിഞ്ഞ് അവിടെ പാലിയേക്കര ടോളെത്തുന്നതിന് മുമ്പ് അവിടെ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. കുറേ നേരം നമ്മൾ ചിലപ്പോൾ പിടിക്കും അവിടെ. പക്ഷെ സ്കൂട്ടറിന് പോയപ്പോൾ പെട്ടെന്ന് പടയെന്ന് പറഞ്ഞ് എത്തി തിരിച്ചു പോകുന്നു. ബാ ഇറങ്ങ്. എന്താ ഇല്ലില്ല. ആ കുഞ്ഞ് ഡൈനസോറിന് എടുത്തോ. ഇത് കൊണ്ടുപോകാൻ പാടില്ല. ടീച്ചർ ചീത്ത പറയും. ഇത് കൊണ്ടുപോയ ടീച്ചർ ചീത്ത പറയും. സ്റ്റീവ് രക്ഷയില്ല കേട്ടോ. ഭയങ്കര കരച്ചിലാണ്. തിരിച്ചു കൊണ്ടുപോണ്ടി വരുമോ? ആദ്യത്തെ ദിവസമായി എൻ്റെ ആ ഒരു വിഷമം. കൊച്ചിനേക്കാളും വിഷമം ഇപ്പം അമ്മയ്ക്കാണ്. കൊച്ചിനെ കൊണ്ടാകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവനെ നമ്മൾ മാറ്റി നിർത്തി പഠിപ്പിക്കണ്ടേ. കൊച്ചു കരച്ചിൽ നിർത്തി. നീ എന്തിനാ കരയണേ? ഈ സാധനം മേടിക്കണം. എൻ്റെ ഇതിൻ്റെ ക്ലിപ്പ് പൊട്ടിപ്പോയി. ഗ്രേസിന്റെ മറ്റേ ഡ്രസ്സ് തിരിച്ചു കൊടുക്കണം. ഇത് ഓർപ്പിക്കണേ. അപ്പം അങ്ങനെ തിരിച്ചു തന്നെ വഴിക്ക് നേരെ നമ്മുടെ ഷാജിച്ചേൻ്റെ കട കയറി ജീരസോട് കുടിക്കാൻ വന്നേക്കാണ്. ഞാനും വിടും. പിന്നെ നിൽക്കണ്ടേ ഒരു ജീരസോടെ സർവ്വതോ. ഇങ്ങനെ ഈ മധുരമുള്ള സാധനങ്ങളൊന്നും കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. മധുരം ഇടയ്ക്ക് കുടിക്കാം, എപ്പോഴും കുടിക്കാൻ പാടില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ സ്റ്റീവിന് ചോറൊക്കെ കൊണ്ടുപോകാനുള്ള പാത്രം മേടിക്കാൻ ബിസ്മിലേക്ക് വന്നേക്കണ്ടോ. ഇവിടെ തെരച്ചിലാണ് പാത്രങ്ങൾ. ഇത് കളർഫുൾ അല്ലേ? ഇഷ്ടം പോലെ പാത്രം, പല ടൈപ്പ് പാത്രങ്ങളുണ്ട്. നമ്മുടെ പെഗ് മെഷർ ചെയ്യാനുള്ള സ്റ്റീലിൻ്റെ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് 30 ml, ഇത് 60 ml. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്. പോവാം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു പോവാണ്. കുറേ ലേറ്റ് ആയില്ലേ? പക്ഷേ ഇത് സാറിൽ ഇനി നാളെയും മട്ടൻ നീ ആഴ്ചയൊന്നും പോണ്ടല്ലോ, കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി ആദ്യം പെട്രോൾ അടിച്ചിട്ട് ഞാൻ ചിക്കൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട്. ആ ഫുള്ള് അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഈ സാധനം കിട്ടിയില്ലാന്ന്. ഞാൻ ഈ സാധനം കണ്ടോ, ഇത് മേടിക്കാൻ ആണ് അഷ്ടോത്തര കാര്യമായിട്ട് പോയത്. ഇതിൻ്റെ ഈ സാധനം തുരുമ്പ് പിടിച്ച് മഴയൊക്കെ നനഞ്ഞ് തുരുമ്പ് പിടിച്ചത് പോയി. ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. 190 രൂപയാണ്. പക്ഷേ ഓൺലൈനിൽ ഇതിന് അത്ര വിലയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ ഇല്ല. അപ്പം ഉള്ളിൽ നിന്നൊന്നും എടുക്കാനില്ല. വാ. അപ്പം ഞങ്ങൾ ബിസ്മിയിലൊക്കെ കയറി ഷോപ്പിങ്ങൊക്കെ നടത്തി. പാവൻ്റെ മിടുവിനോട് ഞാൻ കോഴി ഇന്ന് ബിരിയാണി വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ബിരിയാണി അല്ലല്ലോ, മന്തി. അങ്ങനെ വലിയ
വലിയ പേരൊന്നും പറയില്ല. ഷാജിച്ചേട്ടന്റെ കട കയറിയപ്പോ ഷാജിച്ചേട്ടൻ പറഞ്ഞു ഇന്നലെ ഷാജിച്ചേട്ടൻ ബിരിയാണി ഉണ്ടാക്കിന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങി എന്താണോ ഇപ്പൊ എന്തായാലും ചൂടുള്ള ബിരിയാണി കഴിക്കാൻ ഭയങ്കര. ബിരിയാണി അല്ല ആ സാധനം ഞാൻ ആക്ച്വലി ചോറ് വെച്ചിട്ടുണ്ട്, വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാം. വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാം. ഇതാണ് സ്റ്റീവിന് മേടിച്ച പാത്രം. ഇത് ഗ്രേസ് കാണുമ്പോഴാണ് പ്രശ്നം. ഗ്രേസിന് ഇങ്ങനത്തെ പാത്രം മേടിച്ചിട്ടുണ്ടായി. ഗ്രേസിന് ഇതിന്റെ ഉള്ളിൽ സ്റ്റീലായിട്ടുള്ളത് മേടിച്ചിട്ടുണ്ടായി. ഇതിന്റെ ഉള്ളിൽ പക്ഷെ മറ്റേ പ്ലാസ്റ്റിക് കനമുള്ള പ്ലാസ്റ്റിക് കണ്ടത്. ഇത് ചൂടായ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവായിരിക്കില്ല. ഓൾറെഡി അതിനൊരു സ്നാക്സ് ബോക്സ് ഉണ്ട്, എന്നാലും വേറെ ഒന്നും ഇത് ഓവനിൽ വെക്കാൻ പറ്റുമോടി? ഇല്ല, ഒന്നും എഴുതിയിട്ടില്ല. ഇത് സ്നാക്സ് ഇടാനായിട്ട് നോർമൽ എയർ ടൈറ്റ് പാത്രം. കഴിഞ്ഞില്ലേ? ഇത് വണ്ടി വെച്ചോട്ടാ, അവൻ എടുക്കാൻ പോകുമ്പോ അവന് കൊടുക്കണ്ടതാ. കയ്യിൽ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. പമ്പരം കറക്കി. ഇത് ഗ്രേസിന് സ്റ്റീവിന്. നീ ആകെ കറുത്തിരിക്കണം. അത് നിനക്കല്ലെങ്കിലും ഇതന്നെ ഈ കളർ തന്നെയാണ് മാച്ച്. അതെനിക്കറിയാം. ഞാൻ വെളുത്തിരിക്കും കാണുമ്പോ പറയണം മിടുവിനെന്തോ മിടു ക്ഷീണിച്ചാണ്. എല്ലാവരും ഇപ്പോൾ പറയുന്നത് മിടുവിന് എന്തിട്ട് പറ്റിയെന്ന്. പക്ഷെ മിടു ഇപ്പോൾ ഡയറ്റൊന്നും നിർക്കണല്ലോ. മിടുവിൻ്റെ ഡയറ്റിംഗ് ഒക്കെ മിടു അന്ന് നിർത്തിയതാണ്. പക്ഷെ ഒന്ന് ജിമ്മിൽ പോണേൻ്റെയും ഒന്നാം നോർമൽ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ഇത്ര വണ്ണം ഉണ്ടായിട്ട് വണ്ണം കുറയുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. അതാണ് ആരോഗ്യവതിയാണ് വണ്ണം കുറഞ്ഞാലും. അപ്പം ഇനി എനിക്ക് വണ്ണം കുറയ്ക്കണം ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട്. അതാ മിനി ഞാൻ ഇന്നലെ പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം. പായസം വേണം, പിന്നെ പിന്നെ പോർക്ക് ഇറച്ചി വേണം. ഇന്നത്തെ പെട്ടെന്ന് ആഗ്രഹമാണ് ബിരിയാണി. അതെ, അതുകൂടി തിന്നു കഴിഞ്ഞ്. പക്ഷെ പോർക്ക് ഇറച്ചി കൂടി നമ്മൾ ഭക്ഷണം വെച്ചിട്ടില്ല, അതുകൂടി ഉണ്ടാക്കണം. അതുകൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡയറ്റ് അങ്ങോട്ട് തുടങ്ങും. അത് കഴിഞ്ഞാൽ ഡയറ്റ് അങ്ങോട്ട് തുടങ്ങും. പിന്നെ അതികഠിന ഡയറ്റ് ആയിരിക്കും. അപ്പം പിന്നീട് അങ്ങോട്ട് ഫുൾ ഞാൻ പട്ടിണി പരിഭവമായിട്ട് നടന്ന് ഞാൻ വണ്ണം കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇത്രയും നേരത്തെ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. വീഡിയോനെ കുറിച്ച് അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ബൈ ബൈ. എന്താ ബൈ ബൈ പറഞ്ഞ നിനക്കൊരു വിഷമം? എൻ്റെ വീഡിയോ എടുത്ത നാളെ എന്ന് പറയുന്നത്